ഇടതുകോട്ടയെന്ന ഖ്യാതി തിരികെ പിടിക്കാൻ LDF 5 വർഷത്തെ പ്രവർത്തന മികവിന്റെ ആത്മവിശ്വാസത്തിൽ മാറ്റുരയ്ക്കാൻ അടൂർ പ്രകാശ് A+ മണ്ഡലങ്ങളിൽ ഫുൾ മാർക്ക് നേടി വിജയിക്കാൻ വി മുരളീധരനും മീനമാസ ചൂടിനേക്കാൾ കടുത്ത പോരാട്ട ചൂടിനാണ് ആറ്റിങ്ങൽ സാക്ഷിയായത്. എംപിയും MLAയും കേന്ദ്രമന്ത്രിയും മത്സരിച്ച സ്റ്റാർ മണ്ഡലം മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇക്കുറി ആറ്റിങ്ങലിൽ ആര് വാഴുമെന്ന് കണ്ടു തന്നെ അറിയണം. വർക്കല, ആറ്റിങ്ങൽ, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട, ചിറയൻകീഴ്, നെടുമങ്ങാട് തുടങ്ങിയ 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതാണ് ആറ്റിങ്ങൽ മണ്ഡലം. ഇടതാവേശം നെഞ്ചിലേറ്റിയ വോട്ടർമാരുടെ നാട്. അവിടെ ഇടതാധിപത്യത്തിന് താൽക്കാലിക ഇടവേള നൽകിയത് കോൺഗ്രസിലെ അടൂർ പ്രകാശ് കളത്തിൽ ഇറങ്ങിയതോടെയാണ്. എന്നാൽ 2019, 2024 ആവർത്തിക്കില്ലെന്നാണ് LDF ഒരേ സ്വരത്തിൽ പറയുന്നത്. അട്ടിമറി ശീലിച്ച വി ജോയ് മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. 25 വർഷം കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന പഞ്ചായത്തിലായിരുന്നു വി ജോയിയുടെ ആദ്യ അംഗം. അവിടെ LDF ഭരണം പിടിച്ചതോടെ ജോയ് പ്രസിഡന്റായി. പിന്നീട് ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക്, ശേഷം ജില്ലാ പഞ്ചായത്തിലേക്ക്. വർക്കല നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കാനായി 2016 ജോയിയെ ഇറക്കിയ പാർട്ടിക്ക് തെറ്റിയില്ല. 2000-ലേറെ വോട്ടുകൾക്ക് അട്ടിമറി സൃഷ്ടിച്ചു. പിന്നീട് ആ ഭൂരിപക്ഷം 17,000-ലേക്ക് കടത്തി ജയം ആവർത്തിച്ചു. അവിടെ നിന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിലേക്കും ജില്ലാ സെക്രട്ടറി പദവിയിലേക്കും ജോയ് എത്തുന്നത്. നാട്ടുകാരൻ എന്ന നിലയിൽ മണ്ഡലത്തിൽ സുപരിചിതനാണ് ജോയ്. പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ മണ്ഡലത്തിൽ ഉടനീളം സ്വാധീനവും വിപുലമായ സൗഹൃദവലയവും അനുകൂല രാഷ്ട്രീയ സാമുദായിക ഘടകങ്ങളും ഏറെയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ മികച്ച വിജയവും ഭൂരിപക്ഷവും ഒക്കെ വോട്ടിംഗ് ഫലത്തിൽ പ്രതിഫലിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുകോട്ട. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCC സെക്രട്ടറി എന്നിങ്ങനെ സംഘടനാ തലത്തിൽ തിളങ്ങിയ അടൂർ പ്രകാശിനെ തിരഞ്ഞെടുപ്പിൽ താരമാക്കിയത് ഇടതുകോട്ടയിലെ മിന്നും വിജയമായിരുന്നു. ആ വിജയത്തിലൂടെ കോന്നി എന്ന ഇടതു തട്ടകത്തെ കോൺഗ്രസ് കോട്ടയാക്കി മാറ്റി. അതും തുടർച്ചയായ 5 തിരഞ്ഞെടുപ്പുകളിലൂടെ. അങ്ങനെയാണ് ആറ്റിങ്ങൽ പിടിക്കാൻ അടൂർ പ്രകാശിലേക്ക് തന്നെ ദൗത്യം എത്തിയത്. വിശ്വാസം തെറ്റിയില്ല. കള്ളവോട്ടുകളും ഇരട്ട വോട്ടുകളും നേരത്തെ കണ്ടെത്തി എതിരാളിക്കുള്ള ആദ്യത്തെ ചെക്ക് അടൂർ പ്രകാശിന്റെ വക. ദുർബലമായ സംഘടനാ സംവിധാനത്തെ ഊർജ്ജസ്വലമാക്കി ഇടതു സ്ഥാനാർത്ഥി സമ്പത്തിനെ അട്ടിമറിച്ചുള്ള വിജയം. 5 വർഷം മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള വിജയമാവും ഇത്തവണയെന്നാണ് അടൂർ പ്രകാശിന്റെ വാദം. ആഞ്ഞു പിടിച്ചാൽ ആറ്റിങ്ങലും പോരുമെന്നാണ് പ്രചാരണഘട്ടത്തിലുടനീളം BJP പറഞ്ഞിരുന്നത്. ആറ്റിങ്ങലിൽ മോദിയുടെ ഗ്യാരണ്ടി എന്നായിരുന്നു വി മുരളീധരന്റെ ആപ്തവാക്യം. മണ്ഡലത്തിൽ താമര വിരിയുമെന്നാണ് പല എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചിരുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എന്ന താരപരിവേഷവുമായി മണ്ഡലം കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ മുരളീധരൻ പ്രവർത്തനം തുടങ്ങിയതിനാൽ വോട്ടെണ്ണലിലും BJP ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ്. ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് 2,41,000-ലധികം വോട്ടുകളാണ്. അതിനാൽ വിജയം അപ്രാപ്യമല്ലെന്നാണ് BJPയുടെ വിലയിരുത്തൽ. മുതലപ്പുഴി ഉൾപ്പെടെ സജീവ വിഷയങ്ങളിൽ ഇടപെട്ടതിനാൽ മുരളീധരന്റെ ജയസാധ്യത ഏറുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ഇത്തവണ ഇടതിന്റെയും വലതിന്റെയും വോട്ട് ബാങ്കുകളിൽ കൃത്യമായി വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ BJPക്ക് ഈ VIP മണ്ഡലത്തിൽ നേട്ടമുണ്ടാക്കാം. പക്ഷേ കഴിഞ്ഞ തവണ വോട്ട് മറിഞ്ഞതിൽ ശബരിമല വിഷയം വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അത്തരത്തിൽ ഇപ്രാവശ്യം ഒരു ഘടകവും അനുകൂലമാവില്ലെന്നാണ് പൊതുവിലയിരുത്തൽ. മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ വമ്പന്മാരെ വീഴ്ത്തിയ ഏടുകളും ഏറെയുള്ളതിനാൽ ഇത്തവണയും പ്രവചനാതീതമാണ് ഫലം. സമുദായ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ ഇവയൊക്കെ എങ്ങനെ ഏകീകരിക്കപ്പെടും എന്നതിനെ ആശ്രയിച്ചിരിക്കും വിജയം. മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കരുത്തർ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ജനവിധി ആർക്കൊപ്പമെന്നറിയാൻ കാത്തിരിക്കാം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.